ഹായ്, ഐ ആം സ്വപ്ന. വെൽക്കം ടു മൈ കിച്ചൺ. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ബീഫ് റോസ്റ്റാണ്. തനി നാടൻ രീതിയിൽ ഒരു അങ്കമാലി സ്റ്റൈലിൽ ഒരു ബീഫ് റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കിവിടെ നോക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, ഇറച്ചി വേകാൻ വേണ്ടി എളുപ്പത്തിൽ വെന്ത് കിട്ടാൻ വേണ്ടി നമ്മളൊരൽപ്പം വിനെഗറും കൂടി ചേർക്കും. ആവശ്യത്തിന് കറിവേപ്പില. കറിവേപ്പില ഇത്തിരി അധികമായാലും കുഴപ്പമൊന്നുമില്ല. നന്നായി മിക്സ് ചെയ്തെടുത്ത് മൂടി വെച്ച് പാകത്തിന് വേവിച്ചെടുക്കണം. വറുത്തരച്ച ഗ്രേവി തയ്യാറാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ. ഞാനിവിടെ 2 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കുറഞ്ഞ അളവിലേ തേങ്ങ കാണിച്ചിട്ടുള്ളൂ. 1.5 തേങ്ങയോളം എടുത്തിട്ടുണ്ട്. 2 കിലോ ഇറച്ചിക്ക് 1.5 തേങ്ങ, 1 പിടി ചുമന്നുള്ളി, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, വെളിച്ചെണ്ണ, 1 സ്പൂൺ പെരുംജീരകം, 1 ടേബിൾ സ്പൂണോളം പട്ട, അത്രയും തന്നെ ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക് കുറച്ചധികം എടുത്തിട്ടുണ്ട്, കുറച്ച് വറ്റൽമുളക്. ഇത്രയുമാണ് തേങ്ങ വറുത്ത് അരച്ച ഗ്രേവി തയ്യാറാക്കാൻ ആവശ്യമുള്ളത്. ചൂടായ പാത്രത്തിലേക്ക് നമുക്ക് തയ്യാറാക്കിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചെറിയുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കൊരൽപ്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് വറുത്ത് കഴിഞ്ഞു. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടണം. ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. നന്നായി മൂത്തിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നമുക്കിനി ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷം ആറാനായിട്ട് ഒരല്പസമയം മാറ്റി വയ്ക്കാം. അതിനുശേഷം നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. നമുക്കിതിൻ്റെ വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇറച്ചി വെന്ത് നല്ല പാകമായിട്ടുണ്ട്. നമ്മളിവിടെ അരപ്പ് എടുത്തു വെച്ചിരുന്ന അരപ്പ് നന്നായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ആ ഇറച്ചിയിലേക്ക് മിക്സ് ചെയ്യാം. നന്നായി വഴറ്റിയെടുക്കുക. ഇതിൽ നമ്മൾ സവാളയോ തക്കാളിയോ ഒന്നും ചേർത്തിട്ടില്ല. തനി നാടൻ രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിലേക്ക് നമ്മളൊരൽപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം തീ ഓഫ് ചെയ്യാം. അപ്പോഴെല്ലാവരും ഇത് വീട്ടിൽ തയ്യാർ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻസിലിടുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബൈ ബൈ.